നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 69ാമത് പിറന്നാൾ നിറവിലാണ് നമ്മുടെ സംസ്ഥാനം. എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആശമാരുടെ സമരത്തിലേക്കാണ്. രാപ്പകൽ സമരം അവസാനിപ്പിച്ച ആശാപ്രവർത്തകർ ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി നടത്തും. രാവിലെ 11-ന് പ്രതിപക്ഷ നേതാവ് സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യും. ആശമാർ സമരപ്രതിജ്ഞ എടുക്കും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10-ന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ആശമാരുടെ ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചത് നേട്ടമാണെന്ന് വിലയിരുത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 266 ദിവസമായി ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളപ്പിറവി ദിനത്തിൽ ആ വിജയപ്രഖ്യാപനം നടത്തുന്നുണ്ട്. എന്തായാലും സമര രീതിയാണ് അവസാനിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സമരം തുടരുമെന്ന് തന്നെയാണ് അവരുടെ നിലപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് അത് അവരുടെ വിജയമായി തന്നെ അവർ അത് കരുതുകയാണ്. എന്തായാലും ഇന്ന് സമരപ്രതിജ്ഞാ ദിനമായിരിക്കുമെന്നും കൂടുതൽ സമര രീതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നുമാണ് സൂചന. വിവിധ ജില്ലകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ആശമാരുടെ സമരം കടന്നുപോയത്. ദീർഘകാലം നിരാഹാരം കിടന്നും മുടി മുറിച്ചും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയുമായിരുന്നു പ്രതിഷേധം. ഇന്ന് 266-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഈ സമരം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 8,000 രൂപയാക്കിയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ സമരം. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നേട്ടമെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർണായക തീരുമാനത്തിലേക്ക് ആശമാർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഓണറേറിയം വർധനയുടെ ക്രെഡിറ്റ് നേടാൻ CIT അടക്കം ശ്രമിക്കുമ്പോഴാണ് ആശമാർ ഇത്തരത്തിൽ നിർണായക നീക്കം നടത്തുന്നത്. സർക്കാരിന്റെ മനംമാറ്റത്തിന് കാരണം തങ്ങളുടെ സമരമാണ് എന്നാണ് ആശമാർ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ പ്രഖ്യാപനം വന്നതോടെ CIT അത് തങ്ങളുടെ ഒരു മികവ് കൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയതെന്നടക്കമുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നു. ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു പിടിവലി നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആശമാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. ആശമാർ അവരുടെ സമരം തുടരും, പ്രതിപക്ഷ പിന്തുണയോടെ തന്നെ അവർ അവരുടെ സമരം തുടരും, അവർ സമരം അവസാനിപ്പിച്ചിട്ടില്ല, അവരുടെ സമര രീതിക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവരുടെ സമരം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആശാപ്രവർത്തകർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സർക്കാരിന് ആരോഗ്യ വകുപ്പിൽ എല്ലാം ഒന്നാം സ്ഥാനം. അത് ഞങ്ങളെ ബാക്കിയുള്ളവരെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരും JPHM എല്ലാവരും അവര് ഫാനിന്റെ മൂട്ടി ഇരുന്നിട്ട് ഞങ്ങൾ വെയിലെന്നില്ല മഴയെന്നില്ല ഇറങ്ങിക്കേറി വീട് തോറും കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവര് മന്ത്രി അറിയിക്കുന്നത്, എടുക്കുന്നത്, ഹെൽത്തിൽ അറിയിക്കുന്നത്. അതിന്റെ ഒന്നാം സ്ഥാനം നേടുന്നത്. ആ ഇത് നോക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ഞങ്ങൾ സമരം ചെയ്ത് നേടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 1000 രൂപ 1 രൂപ തരൂലെന്ന് പറഞ്ഞിട്ട് 1000 രൂപ ഞങ്ങൾ വാങ്ങിയില്ലേ. ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്ന ഞങ്ങൾ കഷ്ടപ്പെടുന്ന കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പൊ കഴിഞ്ഞ മാസത്തെ 1 രൂപ പോലും ഇതുവരെ കിട്ടില്ല. അടുത്ത വീടുകളിൽ നിന്ന് അപ്പുറം ഇപ്പുറം കടം വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇത് പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ? ഞങ്ങൾ അത്രയ്ക്ക് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും, ഞങ്ങളുടെ കാലം കഴിഞ്ഞ ഇനി അടുത്ത് വരുന്ന തലമുറയ്ക്കെങ്കിലും ഇനി അവർ ഇതിനു വേണ്ടി ഇറങ്ങരുത്, കഷ്ടപ്പെടരുത്, സമരത്തിന് പോകരുത്. അവര് എന്താണെന്ന് ഇതുണ്ട്. എന്നാലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അഭിമാനവും സന്തോഷമുണ്ട്. ഞാൻ നെഞ്ചിലടിച്ച് പറയുന്നു, ഇവിടെ സമരം എന്തെന്ന് ഏതാണെന്ന് സമരങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത്രയും സമരത്തിൽ പോയി ഞങ്ങൾ പൊരുതി നേടിയതാണ് ഈ 1000 രൂപ. കേന്ദ്രത്തിൽ പോയി വാങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ആരാ തന്നത്? സംസ്ഥാനല്ലേ. ഞങ്ങൾക്ക് തരേണ്ടത് സംസ്ഥാനമാണ്. ഈ 265 ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിവസം സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ആശമാരുടെ സമരം തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല, അത് കേന്ദ്രമാണ് നൽകേണ്ടുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ പണം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഞങ്ങൾക്ക് തരേണ്ടത് ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം എന്നും പറഞ്ഞ് 20,000 രൂപ പണ്ട് കേന്ദ്രം കൊടുത്തിരുന്നു. ഇന്ന് വരെ വിരമിച്ചവർക്കും കിട്ടില്ല, മരിച്ചവർക്കും കിട്ടില്ല, ഒരാശമാർക്കും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ സമരത്തോടു കൂടി 50,000 ആക്കി. ആ 50,000 ഇന്നും ഇവിടെ ആര് വിരമിച്ചു പോയിട്ടും മരിച്ചു പോയിട്ടുള്ളവർക്കും കിട്ടിയിട്ടില്ല. ഇനി ഈ സംസ്ഥാനം അത് കൊടുത്തില്ല. ഞങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ സമരത്തോടു കൂടി നേടിയെടുത്തു. ഞാൻ 10 ക്രൈറ്റീരിയ എന്നും പറഞ്ഞ് 10 ജോലിയില അതെല്ലാം
ക്യാൻസലാക്കി. പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട രീതിയിലുള്ളത് എല്ലാ ജോലിയും ഞങ്ങൾ അന്ന് ചെയ്യുമ്പോൾ തന്നെ ഇന്നും ചെയ്യുന്നു. ഞങ്ങൾ ജോലിയിലെന്നും പറഞ്ഞ് വേർതിരിച്ച് ജോലി ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, സമരമാണ്, ജോലി ചെയ്യാൻ പാടില്ല, അങ്ങനെ ഓരോന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം കൂടെ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ വിളിക്കും. ഒരു പനി വന്നാൽ ഉടൻ വിളിച്ചു പറയും. എന്തുകൊണ്ട്? ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കണതിന്റെ രീതി അനുസരിച്ചല്ലേ. അവരെ പൊന്നുപോലെ പാലിറ്റി പേഷ്യന്റ് അവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ നോക്കുന്നതെന്ന് അറിയാമോ? ഏത് രീതി ഞങ്ങൾ അമ്മമാരെ എങ്ങനെ നോക്കുന്ന. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, അച്ഛനും അമ്മയും മരിച്ചു. ഞാൻ ഈ പോയി കിടക്കുന്ന പാലിറ്റി പേഷ്യന്റിലെ അമ്മമാരെയൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവരെന്നോട് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വേണമെന്ന് ഉടൻ വിളിച്ചു പറയും. ഒരു ചെറിയ ജലദോഷം വന്നാൽ ഉടൻ വിളിച്ചു പറയും. നമ്മളവിടുത്തെ ആശയം. അതുപോലെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം സഹകരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കോട്ടമല്ല, നേട്ടമാണ്. ഞങ്ങളെ 21,000 രൂപയും വാങ്ങിക്കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇതിപ്പോ തൽക്കാലം ഇതിനെ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ ആഹ്ലാദം. ഞങ്ങൾക്ക് ഇത്രയും ദിവസം പക്ഷെ ഒരു തെറ്റ് എന്റെ അറിവിന്റെ വിവരക്കേട് കൊണ്ടാണോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സർക്കാർ ഞങ്ങൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ടായിരുന്നു. ഞങ്ങൾ കിടന്ന് ഒരു 3 മാസത്തിനാവുമ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. എന്താണ് ഇത്? എന്താണ് പ്രശ്നം? എന്താണ്? ഇപ്പോഴും ഞങ്ങൾ സാമ്പത്തികം കുറവാണ്. പിന്നെ ഞങ്ങൾ കൂട്ടിത്തരാം. ഞാൻ നിങ്ങൾക്ക് വാക്കുകൾ തന്നിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങളത് നേടിത്തരാം. നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഞങ്ങളെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇത്ര 500 എങ്കിൽ 500 ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി. തീർന്നല്ല. നിങ്ങൾക്ക് ഇനി അതുള്ളത് ഇനി ഞങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാം എന്നൊരു വാക്ക് കേട്ടാൽ നമ്മൾ മാറൂലേ? മാറും. പിന്നെ എവിടെ ഒരു പാർട്ടി പരിപാടി, ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. എത്ര ഇവര് ഞങ്ങളോട് ദുഷ്ടതനം കാണിച്ചാലും എനിക്ക് മാറാൻ പറ്റൂല. ചില തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടാവുമല്ലോ ചേച്ചിക്ക്? ഒത്തിരി തിരിച്ചറിവ് കിട്ടി. തെറ്റും ശരിയും മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരി എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നുള്ള ഇതല്ല. പാർട്ടി പണ്ടായിരുന്നു. ES സഖാവും, EMS സഖാവും, നയനാർ സഖാവും, PS സഖാവും, ഇവരെല്ലാം AKG സഖാവ്, പിന്നെ പാച്ചി സഖാവെന്നും പറഞ്ഞ ശിങ്കാരത്തോപ്പിൽ ഒരു സഖാവുണ്ട്, പാച്ചി സഖാവ്. ആ പാച്ചി സഖാവ് സമരപ്പന്തല്ല എവിടെയെങ്കിലും വന്ന് ഒരു പാർട്ടി പരിപാടി വച്ചാൽ ആദ്യം വരുന്ന നയനാർ സഖാവ് ആ പാച്ചിയമ്മയെ വിളിച്ച് കൈപിടിച്ച് കയറ്റി കസേരയിൽ ഇരുത്തിയിട്ട് പിന്നെ നയനാർ സഖാവ് ഇരിക്കും. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ഇല്ല. ആ കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോകും. ഇപ്പൊ ഞാൻ പാർട്ടി പറയുന്നതല്ല. എങ്കില് ഞങ്ങൾ സമരം ചെയ്ത് നേടിയ സമരം ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത് ആഘോഷിക്കും. പക്ഷെ ഞങ്ങൾ സമരം തീർത്തു പോകില്ല. ഞങ്ങൾ സമരത്തിന് ഇനിയും മുന്നോട്ടാണ്. സമരം ഇനിയും മുന്നോട്ടാണ്. ഇത്രയും എനിക്ക് പറയാനുണ്ട്. തുടക്കം മുതൽ വ്യത്യസ്ത രീതിയിലാണ് ഈ സമരം അവസാനിപ്പിച്ചു പോകാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നത്. ആ ഒരു സമരം 265 ദിവസം എത്തി നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിലെങ്കിലും സർക്കാർ വഴങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാലോ. എന്ത് തോന്നുന്നു ചേച്ചി? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരമുഖത്ത് വന്ന് ഓണററി വർധനവ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ ഗവൺമെന്റും അവരുടെ നേതാക്കളും അവരുടെ വിവിധ ഘടകങ്ങളിലുള്ള ആളുകളും പറഞ്ഞത്, നിങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടത്, ഓണററി വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റാണ്, നിങ്ങൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്നും അതിന് വഴങ്ങാതിരുന്നപ്പോൾ പിന്തിരിയായിരുന്നപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അശ്ലീലം പറയുകയും ചെയ്തു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഓണററി നൽകേണ്ടത് സംസ്ഥാന സർക്കാരും ഇൻസെന്റീവ് നൽകേണ്ടത് കേന്ദ്ര സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമരവുമായി മുന്നോട്ട് പോവുകയും തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി 1500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചുകൊണ്ടും 50,000 രൂപ 10 വർഷ സർവീസുള്ള പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് കൊടുക്കാനും അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാനും കേന്ദ്രം നിർബന്ധിതമായി. അത് ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ്. പക്ഷെ ഞങ്ങൾ ഓണററി വർദ്ധിപ്പിച്ചു വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ സമരവും നിലയ്ക്ക് ആ ഓണററിയത്തിന് വ്യക്തമായൊരു വർധന ഉണ്ടാകുന്നതുവരെ സമരം ഞങ്ങൾ ഈ സമരമുഖത്ത് തുടരാൻ തീരുമാനിച്ചു. അതിന്റെ നിരവധി ഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ടു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഓണററി വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1000 രൂപയുടെ വർധനവാണ്. അത് തുച്ഛമാണ്. അത് ഗവൺമെന്റാണ് പരിശോധിക്കേണ്ടത്. ഈ 233 രൂപ വേതനം പറ്റുന്ന സ്ത്രീകൾക്ക് ഈ 1000 രൂപ കൊടുത്താൽ മതിയോ വേണ്ടയോ എന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ തുച്ഛമാണ് ഈ വർധനവെങ്കിൽ പോലും വ്യക്തത ഉണ്ടായിരിക്കുന്നു. ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അത് വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന ആശമാരുടെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്നത് ഞങ്ങൾ ഈ സമരമുഖത്ത് ഉറപ്പാക്കി. 62 വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവുണ്ടായിരുന്നു. 1 രൂപ വിരമിക്കൽ ആനുകൂല്യമില്ലാതെ പിരിച്ചുവിടാൻ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് ഞങ്ങൾ മരവിപ്പിച്ചു.
7,000 രൂപ ഓണറേറിയത്തിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ പിൻവലിച്ചു. ഏപ്രിൽ മാസം മുതൽ എല്ലാ ആശമാർക്കും 1,000 രൂപ വീതം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് ഇവിടെ മൂടി വെച്ചിരുന്നത് ഞങ്ങളത് പുറത്തു കൊണ്ടുവരികയും ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജോലിയെ സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആശമാരുടെ ജോലി എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരാണ് അതിന്റെ ചുമതലയുള്ള ആള്, ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരാണ് ആശമാരുടെ തുക എൻട്രി ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം ആദ്യം ഒരു സർക്കുലർ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇറക്കാൻ സാധിച്ചു. 18 വർഷമായി വേതനം എപ്പോഴും കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക എന്നുള്ളത് കുടിശ്ശിക തീർത്ത് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടിശ്ശിക തീർത്ത് നൽകാൻ തീരുമാനമെടുക്കുന്ന ഒരു സമരം കൂടി ഇത് മാറിയിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി സ്ത്രീകൾ നടത്തിയൊരു സമരമാണ്. ഈ തെരുവിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സൗകര്യമുള്ളൊരു സ്ഥലമല്ല. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒരു സോളാർ സമരം നടക്കുമ്പോൾ 5-ാം ദിവസം കക്കൂസ് ഇല്ല എന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിച്ച് പോയ ആളുകളാണ്. അന്ന് മുഖ്യമന്ത്രി രാജിവെപ്പിച്ചിട്ടൊന്നും അല്ല പോയത്. രാജിവെപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് കക്കൂസ് ഇല്ല എന്ന് തിരിച്ചുപോയി. പക്ഷെ ഞങ്ങൾ 265 ദിവസമായി ഈ തെരുവിൽ ഒരു പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്തിടത്ത് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ഈ സാധാരണ കടക്കാരുടെ സഹായത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ തന്നെ ഈ വഴിയിൽ രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഈ മഴയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വേദനകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ തന്നെ തുടങ്ങിയതടക്കം. അപ്പോൾ അങ്ങനെ ഒരു സമരം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ 1000 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മിണ്ടാതിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ഇവിടുത്തെ സർക്കാരിനുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയ ആ ഒരൊറ്റ പരിപാടി കണ്ടാൽ തന്നെ അറിയാം ഈ സ്ത്രീകൾ എത്ര കരുത്തുറ്റത്. ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ അത് നടത്താൻ ശേഷിയുള്ള ആളുകളാണെന്നാണ് ആ പരിപാടി തെളിയിച്ചത്. ഏറ്റവും അവസാനത്തെ പരിപാടി കൊണ്ട് പറ്റും. ഇവർക്ക് ഒരിക്കലും ഒരാളെയും കബളിപ്പിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് തന്നെ വിഴുങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഇതിനു വേണ്ടിയിട്ട് എത്ര ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാലും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പൊതുസമൂഹം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഹിച്ച യാതനയും വേദനയും ഒന്നും അത് വലിയ യാതനയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻഗാമികൾ വിദ്യാഭ്യാസത്തിനും വഴി നടക്കാനും പൊതുനിരത്തിൽ ഇരിക്കുവാനും അവനവന്റെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുവാനും നടത്തിയ പ്രക്ഷോഭങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അതിനുവേണ്ടി നടത്തിയ ജീവത്യാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ ത്യാഗമൊന്നുമല്ല, വലിയ പ്രവർത്തനമല്ല. പക്ഷേ കേരളത്തിൽ പുതിയൊരു സമര ചരിത്രം ഞങ്ങൾ രചിച്ചു. വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യണം. അത് സ്ത്രീകൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി അവിടെ ഇടപെടണം, സമരം നടത്തണം എന്നുള്ളത് മാത്രമേ അടിത്തറയായിട്ടുള്ളൂ. ഇവിടെ ഞങ്ങൾ ഈ ലൈബ്രറി ആരംഭിച്ചത് ആശമാർ, ഇവിടെ വന്നിരിക്കുന്ന ആശമാരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ, ഇവിടെ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കലാപരിപാടികൾ നടക്കാറുണ്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്, ചിത്രരചന നടക്കാറുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഇടയിൽ വലിയൊരു കൂട്ടായ്മയാണ് സൃഷ്ടിച്ചത്. സ്ത്രീകളെ നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഒരു വീട്ടിൽ പോലും 2 സ്ത്രീകൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാലത്ത് ഞങ്ങൾ 10,000-കണക്കിന് സ്ത്രീകൾ ഈ സമരപ്പന്തൽ വന്ന് ഒരു പരാതിയും കൂടാതെ എല്ലാം സ്വയം സമർപ്പിച്ച് വരുന്ന ആളുകൾ. അങ്ങനെ ഒരു പുതിയൊരു ലോകത്തെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഈ ഇടപഴകുന്ന ഇത്രയും ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആനന്ദകരമാണ്. പല ആശമാരും പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പന്തൽ ഉപേക്ഷിച്ച് പോകും. കാരണം നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. നമ്മൾ പുറത്തു പോയിട്ട് ഓടി വന്ന് കയറുന്ന നമ്മുടെ ഒരു വീട് പോലെ, അത്രയും വളരെ സംരക്ഷിതമായ ഒരു സ്ഥലമാണ്. എന്ന് മാത്രമല്ല, ഈ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകും. ഈ തെരുവിൽ കിടന്നുറക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമില്ലാത്തത് ഈ കേരളത്തിലെ ഹൃദയമുള്ള മനുഷ്യർ ഞങ്ങൾക്ക് കാവലുണ്ട് എന്നത്. അത് സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന 47 ദിവസം ഞങ്ങളത് അനുഭവിച്ചതാണ്. വളരെ സ്നേഹവും വാത്സല്യവുമാണുള്ളത്. കാരണം യഥാർത്ഥത്തിലുള്ളൊരു മനുഷ്യ സ്നേഹം പുറത്തെടുക്കാൻ അവർക്ക് കിട്ടിയൊരു അവസരമാണ്. ആ പിന്തുണ തന്നെയാണ് ഈ സമരത്തിന്റെ പിന്നിലുള്ള ശക്തി. അതുകൊണ്ട് ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചു, അത് തുച്ഛമല്ലേ എന്ന് ചോദിച്ചാൽ തുലവും തുച്ഛമാണ്. പക്ഷേ വലിയ പടവുകൾ കയറാനുള്ള ഒരു പടവിലാണ് ഞങ്ങൾ എന്നതുകൊണ്ട് ഈ പിന്തുണ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി